നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 758th day. Today 38th sloka of Prathama Skandam, 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 758ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 38ാമത്തെ ശ്ലോകം. പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാലീ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. ഓം തത്സത്. പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാലീ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാല്യൈ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ് തസ്യ യസ്തേ മാനിനി പുത്രഃ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ശിരസ്തസ്യ എന്നുള്ളത് ശിരസ്തസ്യ. ഭവതാ ഭവാനാൽ ശൃണ്വത മമ മമ ഞാൻ ശൃണ്വത കേൾക്കെ ഞാൻ കേൾക്കെ പാഞ്ചാല്യേ പാഞ്ചാലിക്കായിക്കൊണ്ട് പ്രതിശ്രുതം പ്രതിജ്ഞ ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാനിനി ഹേ മാനിനി ഹേ സുന്ദരി തേ നിൻ്റെ പുത്രഃ നിൻ്റെ പുത്രഃ പുത്രന്മാരെ ഹനിച്ചവൻ. ഹ എന്നുള്ളത് ഹനിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. യാതൊരുത്തനോ തസ്യ അവൻ്റെ ശിരസിനെ ആഹരിഷ്യേ കൊണ്ടുവരുന്നേൻ എന്ന്. അതായത് പുത്രന്മാർ മരിച്ച ദുഃഖത്തിൽ കരയുന്ന പാഞ്ചാലിയുടെ അടുത്ത് അർജുനൻ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് അശ്വത്ഥമാവിൻ്റെ പിന്നാലെ പോയത്. ശ്രീകൃഷ്ണ ഭഗവാനും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്, ഹേ മാനിനി, നിൻ്റെ പുത്രന്മാരെ കൊന്നവൻ്റെ ശിരസിനെ ഞാൻ കൊണ്ടുവന്നു തരാം എന്ന് നീ പാഞ്ചാലിയോട് ഞാൻ കീട്ടിരിക്കെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അശ്വത്ഥമാവിൻ്റെ ദ്രോഹങ്ങളും ഇതുമൊക്കെ പറഞ്ഞ് അശ്വത്ഥമാവിനെ വധിക്കുന്നത് തെറ്റല്ല, ശരിയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും അർജുനനെ അശ്വത്ഥമാവിനെ വധിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതായത് അശ്വത്ഥമാവിലെ ആരാണോ നിൻ്റെ പുത്രന്മാരെ വധിച്ചത് അവൻ്റെ ഞാൻ തല കൊണ്ടുവന്ന് നിനക്ക് തരാം എന്ന് നീ പാഞ്ചാലിയോട് ശബ്ദം ചെയ്യുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാവുമ്പോൾ പിന്നെ ശിരസ് ഛേദിച്ച് കൊണ്ടുപോവുകയല്ലേ വേണ്ടു എന്നുള്ള അർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ അശ്വത്ഥമാവിനെ വധിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അർജുനൻ്റെ ധർമ്മബോധം എത്രത്തോളം ഉണ്ട് എന്ന് പരീക്ഷിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്യുന്നത്. എല്ലാം അറിയുന്ന ആ ഭഗവാൻ ഇപ്രകാരം പറയുന്നത് അർജുനൻ്റെ ധർമ്മബോധം എത്രത്തോളം ഉണ്ട്, താൻ എത്രയൊക്കെ പ്രേരിപ്പിച്ചാൽ അവൻ വധിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയുവാൻ വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ അർജുനനോട് ഇപ്രകാരം പറയുന്നത്. കുട്ടികൾ മരിച്ച സങ്കടത്തിൽ കരയുന്ന പാഞ്ചാലിയോട് ഞാൻ നിനക്ക് കുട്ടികളെ കൊന്നവൻ്റെ തല കൊണ്ടുവന്ന് തന്ന്
ആ തലമേലിരുന്ന് വേണം നീ അവർക്ക് കർമ്മം ചെയ്യുവാൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അർജുനൻ ഈ അശ്വത്ഥാമാവിൻ്റെ പിന്നാലെ ശ്രീകൃഷ്ണനോടൊത്ത് തേരിൽ കയറി പോയത്. അങ്ങനെയുള്ള അശ്വത്ഥാമാവിനെ ഇപ്പോൾ വധിക്കാതെ വരിഞ്ഞു കെട്ടി കൊണ്ടുവരികയാണ് അർജുനൻ ചെയ്യുന്നത്. അതാണ് ശ്രീകൃഷ്ണൻ ഇപ്രകാരമൊക്കെ പറഞ്ഞ് അർജുനനെ അശ്വത്ഥാമാവിനെ വധിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. പ്രതിശ്രുതം ച ഭവതാ പാഞ്ചാലേ ശൃണ്വതോ മമ ആഹരിഷ്യേ ശിരസ്തസ്യ യസ്തേ മാനിനി പുത്രഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.